നമസ്കാരം. ജമ്മു കശ്മീർ താഴ്വരയിലെ യുവജനങ്ങളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കാൻ ഭീകര സംഘടനകൾ ശ്രമിക്കുന്നതായി പല റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകര സംഘടനകളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതേസമയം പാക് അധിനിവേശ കശ്മീരിൽ ഭീകരവാദത്തിനെതിരെ ഇപ്പോൾ ജനരോഷം ഉയരുന്ന സാഹചര്യമാണ്. കശ്മീർ താഴ്വരയിലെ യുവാക്കളെ തീവ്രവാദ ആശയങ്ങൾ ഉപയോഗിച്ച് ഭീകര സംഘടനകളിലേക്ക് ആകർഷിക്കുന്നുണ്ട് എന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പാക് അധീന കശ്മീരിൽ ഭീകരർക്കെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ചുക്കാൻ പിടിച്ച തീവ്രവാദിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താനെത്തിയ ലഷ്കർ തീവ്രവാദികളെ ജനങ്ങൾ തല്ലിയൊടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ജമ്മു കശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിലെ ഭീകരിൽ ഒരാളായ ഹംസ അഫ്ഗാനി എന്ന ഹബീബ് താഹിർ പിഒകെയിലെ താമസക്കാരനായിരുന്നു. മരണവാർത്ത പാക് അധീന കശ്മീരിലെത്തിയപ്പോൾ ഹംസ അഫ്ഗാനി എന്ന ഹബീബ് തഫ്നിനായി അന്ത്യപ്രാർത്ഥന നടത്തി. ലഷ്കർ തീവ്രവാദികളും അതിൽ പങ്കെടുക്കാൻ അവിടെ എത്തി. എന്നാൽ ഭീകരനായ ഹബീബ് താഹിറിന്റെ കുടുംബാംഗങ്ങൾ കൊടും ഭീകരനായ റിസ്വാൻ ഹനീഫിനെയും മറ്റ് ലഷ്കർ തീവ്രവാദികളെയും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. ഈ തീവ്രവാദികൾ ജിഹാദ് മുദ്രാവാക്യങ്ങൾ വിളിച്ചത് തുടർന്ന് ആളുകൾ രോക്ഷാകുലരായി. തുടർന്ന് ആളുകൾ ലഷ്കർ തീവ്രവാദികളെ മർദ്ദിക്കാൻ തുടങ്ങി. ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ ലഷ്കർ കമാൻഡർമാർക്ക് അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. റിപ്പോർട്ടുകൾ പ്രകാരം തീവ്രവാദിയായ റിസ്വാൻ ഹനീദ് പ്രദേശത്തെ കുട്ടികളെ മരണത്തിലേക്ക് തള്ളിയിട്ടു എന്നാണ് ഗ്രാമവാസികൾ ആരോപിക്കുന്നത്. ഇതിനുശേഷം ലഷ്കർ കമാൻഡർ റിസ്വാൻ ഹനീദിന്റെ അംഗരക്ഷകരും കൊല്ലപ്പെട്ട ഹബീബ് താഹിറിന്റെ കുടുംബാംഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായി. ലഷ്കർ ഭീകരർ ജനക്കൂട്ടത്തെ ആക്രമിക്കാൻ ആയുധങ്ങൾ ഉയർത്തിയ ഉടൻ പാക് അധീന കശ്മീരിലെ പൊതുജനങ്ങൾ ഭീകരരെ മർദ്ദിക്കാൻ തുടങ്ങി. പാക് അധീന കശ്മീരിൽ നിന്നുള്ള പത്രപ്രവർത്തകനായ ലിയാഖത്ത് അലിയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഈ തീവ്രവാദികൾ വ്യത്യസ്ത പരിപാടികളിലൂടെ പാക് അധീന കശ്മീരിൽ താമസിക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല, അവരുടെ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് തീവ്രവാദികളാക്കി മാറ്റുകയും ചെയ്യുന്നു. ലഷ്കർ ഭീകരർ പാക് അധീന കശ്മീരിൽ ചുറ്റിത്തിരിയുകയും ജിഹാദിന്റെ പേരിൽ സംഭാവനകൾ ശേഖരിക്കുകയും ചെയ്യുന്നു. പുതിയ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നത് ലഷ്കർ ഇ തൊയ്ബ ശരിയായ പ്രതിഫല പട്ടിക വരെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പട്ടിക പ്രകാരം ഓരോ ഭീകരനെയും റിക്രൂട്ട് ചെയ്യുന്നതിന് ലഷ്കർ ഇ തൊയ്ബ 3 ലക്ഷം രൂപ ഈടാക്കുന്നു. അതിൽ 2 ലക്ഷം രൂപ തീവ്രവാദിയുടെ കുടുംബത്തിന് നൽകുന്നു. കൂടാതെ 1 ലക്ഷം രൂപ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ തന്നെ സൂക്ഷിക്കുന്നു. ഇതും ഇപ്പോൾ പാക് അധീന കശ്മീരിൽ താമസിക്കുന്ന ആളുകൾ തന്നെ വെളിപ്പെടുത്തിയതാണ്. അതേസമയം പാകിസ്ഥാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ പ്രവർത്തനം മേഖലയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയതാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്കെല്ലാമുള്ള ഒരു പ്രധാന കാരണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.